ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ എപ്പിസോഡ് ഓഫ് ഫാദീസ് വേൾഡ്. അപ്പൊ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച എന്താണ് സംഭവിച്ചത് നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാലോ. അനീഷിന് എന്ത് പറ്റി പ്രേക്ഷകരെ? അനീഷ് ഒതുങ്ങിക്കൂടിയോ? കാരണം നമ്മുടെ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ നോമിനേഷനിലേക്ക് സെലക്ട് ചെയ്തവരിലേക്ക് അനീഷിന് ഒരു വോട്ട് പോലും കിട്ടിയിട്ടില്ല. എന്ത് പറ്റി? അനീഷ് നന്നാവാൻ തീരുമാനിച്ചോ? കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ ഒരു നല്ല പേര് ഉണ്ടാക്കിയെടുക്കാൻ അനീഷ് കുറച്ച് കഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ട്. അതോ ഇനി ലാലേട്ടൻ സൺഡേ വന്ന അനീഷിനെ ഉപദേശിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണോ? അഖിൽ ബാരാറെ പോലെയാണോ, നമ്മുടെ റിയാസിനെ പോലെയാണോ എന്ന് കളിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അനീഷ് ചെറുതായിട്ടൊന്ന് നന്നായോന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നില്ലേ? അനീഷ് ഒന്ന് ഒതുങ്ങിയപ്പോഴേക്കും അവിടെ വാല് പൊക്കിയ ചെറിയ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീക്കിലെ ക്യാപ്റ്റൻ ആരാണ്? ആര്യനാണ്. ആര്യൻ ടീം തിരിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കണ്ടതാണ് ഞായറാഴ്ചത്തെ എപ്പിസോഡില്. അപ്പാനി ശരത്തും അനുമോളും ഒക്കെ അങ്ങോട്ട് പറഞ്ഞു കിച്ചണിൽ അവരെ ഇടണം എന്നുള്ളത്. അപ്പാനി ശരത്ത് ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം കിച്ചൺ ആണ്, സംസാരിക്കാൻ സ്ഥലം കിട്ടുന്നത് കിച്ചണിലാണ്, കുറച്ച് സ്ക്രീൻ സ്പേസ് കിട്ടുന്ന സ്ഥലവും കിച്ചൺ ആണ്. അതുകൊണ്ട് അവനെ കിച്ചണിൽ ഇടുക തന്നെ വേണം. പിന്നെ അവന് വഴക്കുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരാൾ കൂടി വേണമല്ലോ. അതിന് അനുമോളെ ഇടണമെന്ന് നമ്മുടെ ശരത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ശരത്തിന്റെ റിക്വസ്റ്റ് പ്രകാരം തന്നെ ഈ ആഴ്ചത്തെ ടീമുകളെല്ലാം ആദ്യം തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ കിച്ചണിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം തന്നെ അനുമോളും ശരത്തും വലിയ രീതിയിലുള്ള അടിയോ ബഹളമോ ഒന്നും കിച്ചണിൽ ഉണ്ടായില്ല. എന്നാലും ചെറിയ ചെറിയ രീതിയിൽ ഒരു അടി ഉണ്ടായപ്പോ അനുമോള് ശരത്തിന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞു, നീ കാരണമാണ് ഇവിടുന്ന് ഒരു പെൺകുട്ടി ഔട്ടായി പോയതെന്ന്. അത് പറഞ്ഞപ്പോഴത്തേക്കും ശരത്തിന് എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ ലോക്ഷാകുലനാവുന്ന ഒരാളുണ്ടല്ലോ, നമ്മുടെ അക്ബർ അവിടെ ഇറങ്ങി കേട്ടോ. അതിനുശേഷം അക്ബർ അനുമോളെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്ബർ മാത്രമല്ല, ശരത്തും തിരിച്ച് ഒരുപാട് അനുമോളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഷാനവാസ് ചെറുതായിട്ട് ശരത്തിനെ ഒന്ന് ട്രിഗർ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. പുറത്തു പോയ ഒരു കണ്ടസ്റ്റന്റിനെ പറ്റി എന്തോ രഹസ്യം ഷാനവാസിന് അറിയാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ശരത്തിനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാനതല്ല ആലോചിക്കുന്നത്. എന്തൊരു ചെറിയ കാര്യം കിട്ടിയാലും പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പെട്ടെന്ന് നടന്ന് അലയ്ക്കുന്ന നമ്മുടെ ശരത്തിന് ഇത് എന്ത് പറ്റി? ഷാനവാസ് പുറകെ നടന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടും നമ്മുടെ ശരത്ത് ഇതൊന്നും മൈൻഡ് ചെയ്യുന്നേ ഇല്ല. എന്ത് പറ്റി ശരത്തിന്? ഇതിന് എന്തെങ്കിലും രഹസ്യം ഉണ്ടോ പിന്നില്? അറിഞ്ഞൂടാ. പുറത്തു പോയ ഒരാളെ പറ്റി ഇങ്ങനെയൊന്നും പറയരുതെന്ന് ശരത്ത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷെ ശരത്ത് ഈയിടെയായിട്ട് ഭയങ്കര ശാന്തനായിട്ടാണ് ഷാനവാസിന്റെ അടുത്ത് സംസാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അപ്പൊ ഈ ആഴ്ചത്തെ പണിപ്പുര ടാസ്ക് തുടങ്ങി കേട്ടോ. പണിപ്പുരയിൽ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ബിഗ് ബോസ് കൊടുത്ത 7ന്റെ പണിയാണ്. പണിപ്പുര ഈ ആഴ്ച ഒരു ദിവസം മാത്രമേ തുറക്കുള്ളൂ. അത് നമ്മുടെ വ്യാഴാഴ്ച രാത്രി മാത്രമേ തുറക്കുള്ളൂ കേട്ടോ. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസിന് 5 ഗെയിം കൊടുക്കുന്നുണ്ട്. 5 ഗെയിമും ജയിച്ചെങ്കിൽ മാത്രമേ ഈ തവണ കണ്ടസ്റ്റൻസിന് 3000 രൂപ ലക്ഷറി പോയിന്റിലെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പർച്ചേസ് ചെയ്യാനല്ല, എടുത്തോണ്ട് ഓടാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള 2 ഗെയിംസ് കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നു. 2 ഗെയിമും കളിക്കുന്നത് 2 ടീമായിട്ട് തിരിഞ്ഞു നിന്നിട്ടാണ് കേട്ടോ. അങ്ങനെ ടീം എയില് ജിസയിലും മറ്റു അംഗങ്ങളും ഉള്ള ടീമാണ് ഇപ്പൊ മുന്നിൽ ജയിച്ചു നിൽക്കുന്നത്. അവർക്ക് 1000 പോയിന്റ്സ് ലഭിക്കുകയും ചെയ്തു. ജയിക്കുന്ന ടീമിൽ നിന്ന് ഒരാൾക്ക് ഡയറക്റ്റ് ആയിട്ട് പണിപ്പുരയിൽ കയറാനുള്ള അവസരം ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്നാണ് ബാക്കി ഗെയിംസ്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കലാഭവൻ സരികയെ ഒരു ദിവസം നമ്മുടെ ശരിക കേബി പിടിച്ച് ഹോട്ട് സീറ്റിൽ ഇരുത്തി നന്നായിട്ടൊന്ന് പൊള്ളിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ഭയങ്കര ഫണ്ണായിട്ട് എടുത്ത കാര്യങ്ങളൊക്കെ പിന്നീട് അക്ബറും ശരത്തും ചെറുതായിട്ട് തീ കൊളുത്തിയപ്പോ നമ്മുടെ കലാഭവൻ സരികയ്ക്ക് കൊണ്ടുവന്ന് തോന്നുന്നു. അതിനുശേഷം കേബിയുമായിട്ട് ഒരു നല്ല വഴക്കവിടെ നടക്കുന്നുണ്ടായിരുന്നു. അവസാനം കേബിയും കലാഭവനും ഒക്കെ ഇമോഷണൽ ആയിട്ട് കെട്ടിപ്പിടിച്ച് സോറിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ വഴക്കുണ്ടാക്കേണ്ടൊക്കെ വല്ല ആവശ്യമുണ്ടോന്നാണ് ഞാനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയോ? ഹോട്ട് സീറ്റിലെ പെർഫോമൻസ് കഴിഞ്ഞ് 1, 2, 3 മണിക്കൂറിന് ശേഷമാണ് കലാഭവൻ സരികയ്ക്ക് അതിനെപ്പറ്റി ഇഷ്യൂ തോന്നിയത്. കിച്ചൺ ടീമിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ ഓൾറെഡി കിച്ചൺ ഡ്യൂട്ടി തുടങ്ങുന്നതിന് മുന്നേ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, കിച്ചൺ ടീമിലെ അല്ലാതെ പുറത്തുനിന്ന് ഒരാൾക്ക് പോലും കിച്ചണിൽ കയറി കുക്ക് ചെയ്യാൻ അവസരം കൊടുക്കരുത് എന്നുള്ളത്. അത് പ്രത്യേകിച്ചും മുന്നോട്ട് വെച്ചത് നമ്മുടെ അനുമോളാണ്. അനുമോൾ ഉദ്ദേശിച്ചത് ആരെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കണ്ടസ്റ്റൻസിനും പ്രേക്ഷകർക്കും ഒക്കെ മനസ്സിലായി. ആരെയാ? ജിസേലിനെ തന്നെയാ. കാരണം ജിസേൽ കിച്ചൺ ടീമിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ അനുമോളെ കുക്ക് ചെയ്യാനായിട്ട് അനുവദിച്ചിരുന്നില്ല. അപ്പൊ അതിന്റെ ഒരു പകരം വീട്ടിലായിട്ടാണ് അനുമോൾ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ടീമില് കയറിയതിന് ശേഷം ജിസയിൽ അവിടെ ചായ ഉണ്ടാക്കുന്ന കണ്ടിട്ട് അനുമോള് ഭയങ്കര ദേഷ്യമായിട്ട് അപ്പാനി ശരത്തിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഭയങ്കര ഒരു ഇഷ്യൂ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കിച്ചൺ ടീമിലെ മറ്റെല്ലാവരും അനുവിനെ ഓപ്പോസ് ചെയ്ത് നിന്നു. അവളൊരു ചായ ഉണ്ടാക്കുന്നതിന് എന്താണ് കുഴപ്പം? ക്യാപ്റ്റൻ, അതായത് അപ്പാനി ശരത്താണ് ക്യാപ്റ്റൻ, അവൻ അനുവാദം കൊടുത്തിട്ടല്ലേ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ മറ്റൊരു ഇഷ്യൂവും ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കിയായിട്ടായിരുന്നു ബിൻസിയെ പറ്റി പറയുന്നതും ശരത്തും അക്ബറും അത് ഏറ്റുപിടിച്ച് പിന്നീട് ഒരു വഴക്കിലേക്ക് പോയതും.
മെയിനായിട്ട് ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ 2 ദിവസം നടന്നത്. ബാക്കി ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നുള്ളതും അനീഷിന്റെ ഗെയിം ഒന്ന് മാറ്റി പിടിച്ചോ എന്നുള്ളതും പാണിപ്പുര ടാസ്ക് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഇനിയുള്ള എപ്പിസോഡിൽ കണ്ടറിയാം. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, സീ യു.